ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമ്മിലെ 4th മൊഡ്യൂളായ ഫ്യൂവൽസ് ആൻഡ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ഫ്യൂവൽസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഫ്യൂവൽ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫ്യൂവൽസ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം: any substance which on proper burning in air gives large amount of heat that can be used for domestic and industrial use. ഏത് സബ്സ്റ്റൻസ് ആണോ കത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് പുറത്തു വിടുന്നത്, അത് നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിനും അതേപോലെ ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഏത് സബ്സ്റ്റൻസ് ആണോ കത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് തരുന്നത്, ആ സബ്സ്റ്റൻസിനെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂവൽ. ഒന്നുമില്ല, ഫ്യൂവൽ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടൂലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവലിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എനി സബ്സ്റ്റൻസ് വിച്ച് ഓൺ പ്രോപ്പർ ബേണിംഗ് ഇൻ എയർ gives large amount of heat that can be used for domestic and industrial use. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽസ് നോക്കാം. ഫ്യൂവൽസിനെ പല ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ സോഴ്സ് എന്താണെന്ന് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിരിക്കുന്ന ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബേസ്ഡ് ഓൺ ദി സോഴ്സും ഉണ്ട്, ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റും ഉണ്ട്. അതായത് അത് എവിടെ നിന്നും ഉത്ഭവിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനും അതേപോലെ അത് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും പഠിക്കാനുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫ്യൂവലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദി സോഴ്സ്, അത് എവിടെ നിന്നും ഉത്ഭവിക്കുന്നു, അതിൻ്റെ സോഴ്സ് എവിടെയാണോ അതിൻ്റെ ബേസിൽ. ഇപ്പോൾ നാച്ചുറലിൻ്റെ വേറൊരു പേര് പ്രൈമറി ഫ്യൂവൽ എന്നാണ് കേട്ടോ. നാച്ചുറലിൻ്റെ വേറൊരു പേര് എന്താണ്? പ്രൈമറി ഫ്യൂവൽസ് ആണ്. വിച്ച് ഒക്കർ ഇൻ നേച്ചർ, ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ നേച്ചർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്റ്റ്ലി. അതായത് നേച്ചറിൽ, അതായത് പ്രകൃതിയിലുള്ള ഫ്യൂവലിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫ്യൂവൽ അല്ലെങ്കിൽ പ്രൈമറി ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രകൃതിയിൽ നിന്നെടുത്ത് നേരിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന് ഉദാഹരണം എന്താണ്? വുഡ് അല്ലേ, മരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്, അത് ഉണ്ടാക്കിയെടുക്കുമെന്ന് വേണ്ട, പ്രകൃതിയിൽ താനേ ഉള്ളതാണ്. അതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെയാണ് പെട്രോളിയം, ചാർക്കോള്, ലിഗ്നൈറ്റ്, ഇതൊക്കെ പ്രകൃതിയിൽ അങ്ങനെയുള്ളത് തന്നെയാണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെയുള്ള ഫ്യൂവലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നാച്ചുറൽ ഫ്യൂവൽ അല്ലെങ്കിൽ പ്രൈമറി ഫ്യൂവൽ. ഇനി രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ വിച്ച് ആർ മാനുഫാക്ചേർഡ് ആർട്ടിഫിഷ്യലി ഫ്രം പ്രൈമറി ഫ്യൂവൽസ്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്യൂവൽസിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽ. അതായത് പ്രൈമറി ഫ്യൂവലിൽ നിന്ന് അതായത് നേച്ചറിൽ നിന്ന് എടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്യൂവലിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽ എന്നുള്ളത്. ഓക്കെ, അതിന് ഉദാഹരണമാണ് കോക്ക്, കെറോസിൻ, പെട്രോള്, ഡീസൽ, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. മണ്ണെണ്ണ, പെട്രോള്, ഡീസലൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്യൂവലാണ്. ഇനിയുള്ള ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ആണ്. അത് നിലകൊള്ളുന്ന സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇനിയുള്ള ക്ലാസിഫിക്കേഷൻ. എന്താണ്? സോളിഡ് ഫ്യൂവൽ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? സോളിഡ്. അതായത് ഒന്നുമില്ല, സോളിഡ് സ്റ്റേറ്റിൽ ഖരാവസ്ഥയിലുള്ള ഫ്യൂവലിനെ വിളിക്കുന്ന പേരാണ് സോളിഡ് ഫ്യൂവൽ. വുഡ്, ചാർക്കോളൊക്കെ പോലെ, കരി, അതേപോലെ തന്നെ മരം, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ലിക്വിഡ് ഫ്യൂവൽ, അതായത് ലിക്വിഡ് ഫോമിലുള്ള ഫ്യൂവലാണ് ലിക്വിഡ് ഫ്യൂവൽ, പെട്രോള്, ഡീസലൊക്കെ പോലെയുള്ളത്. ഗ്യാഷ്യസ് ഫ്യൂവൽ, അതായത് ഗ്യാസ് രൂപത്തിലുള്ള ഫ്യൂവൽ, അതായത് ബയോഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അത് ഗ്യാസ് രൂപത്തിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതാണ് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്. എന്തിനൊക്കെ ബേസിട്ടാണ് ക്ലാസിഫിക്കേഷൻ പഠിച്ചത് നമ്മൾ? അത് എന്തിൽ നിന്നാണ് ഒറിജിൻ, അതിൻ്റെ സോഴ്സിനെ ബേസ് ചെയ്തിട്ട് 2 ക്ലാസിഫിക്കേഷൻ, നാച്ചുറലും ആർട്ടിഫിഷ്യലും. പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്, അത് നിലകൊള്ളുന്ന സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട്, ഖരാവസ്ഥയിലാണെങ്കിൽ സോളിഡ് ഫ്യൂവൽ, ലിക്വിഡ്, ദ്രാവകാവസ്ഥയിലാണെങ്കിൽ ലിക്വിഡ് ഫ്യൂവൽ, വാതകാവസ്ഥയിലാണെങ്കിൽ ഗ്യാഷ്യസ് ഫ്യൂവൽ. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം ഫ്യൂവലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കലോറിഫിക് വാല്യൂ ആണ്. അപ്പോൾ എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദി കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് എ ഫ്യൂവൽ.
ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ കംപ്ലീറ്റ് കത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ഹീറ്റ് പുറത്തു വിടുന്നുണ്ടോ ആ എമൗണ്ടിനെ ആ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ കംപ്ലീറ്റ് കമ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കത്തിക്കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കലോറിഫിക് വാല്യൂ. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദി കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് എ ഫ്യൂവൽ. ഇനി യൂണിറ്റ് ഓഫ് കലോറിഫിക് വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് കലോറിഫിക് വാല്യൂയുടെ യൂണിറ്റ് എന്നുള്ളത്? കലോറീസ് പെർ ഗ്രാം ആണ് യൂണിറ്റ് കേട്ടോ. എന്താണ് കലോറിഫിക് വാല്യൂയുടെ യൂണിറ്റ്? കലോറീസ് ബാർ ഗ്രാം ആണ് യൂണിറ്റ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് വാട്ട് ഈസ് ഫ്യൂവൽ എന്ന് ചോദിക്കും. അത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂവൽ എന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂവൽ. ഫ്യൂവലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കും. അതായത് കലോറിഫിക് വാല്യൂൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ലോ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫ്യൂവൽ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫ്യൂവൽ. ഒരു ഗുഡ് ഫ്യൂവലിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ കലോറിഫിക് വാല്യൂ വളരെ കൂടുതലായിരിക്കണം. ലോ മോയ്സ്ചർ കണ്ടൻറ്റ്, വെള്ളത്തിൻ്റെ അതായത് ഈർപ്പത്തിൻ്റെ അളവ് കുറവായിരിക്കണം. മോഡറേറ്റ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ, അതായത് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ അത് കത്തിപ്പിടിക്കണം. നന്നായിട്ട് ടെമ്പറേച്ചർ കിട്ടിയാലേ കത്തു എന്നുള്ളത് പാടില്ല. ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ, ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കത്താൻ വേണ്ട ടെമ്പറേച്ചർ. മോഡറേറ്റ് വെലോസിറ്റി ഓഫ് കമ്പസ്റ്റൻ, അത് വെലോസിറ്റി അത് നല്ല കൂടിയതും വേണ്ട ഏറ്റവും കുറഞ്ഞ വെലോസിറ്റി അല്ല. കമ്പസ്റ്റൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലായിരിക്കണം. സ്മൂത്ത് ആൻഡ് സ്റ്റഡി ബേണിംഗ്, നല്ല സ്മൂത്ത് ആയിരിക്കണം, സ്റ്റഡി ബേണിംഗ് ആയിരിക്കണം. ലോ സ്റ്റോറേജ് കോസ്റ്റ്, അതായത് നമുക്കത് സ്റ്റോറേജ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവായിരിക്കണം. ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഹാംഫുൾ പ്രൊഡക്ട്സ്, കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവാത്തതായിരിക്കണം. ഈസി ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഒരു ഗുഡ് ഫ്യൂവലിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫ്യൂവൽ: high calorific value, low moisture content, moderate ignition temperature, moderate velocity of combustion, smooth and steady burning, low storage cost, does not produce harmful products and easy transportation. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്യൂവൽ എന്താണെന്ന് കണ്ടു. ഫ്യൂവൽ പഠിച്ചതോട് കൂടിയിട്ട് ഫ്യൂവലിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു അല്ലേ? ബേസ്ഡ് ഓൺ ദി സോഴ്സും ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റും കണ്ടു. പിന്നെ നമ്മൾ കലോറിഫിക് വാല്യൂ എന്താണെന്ന് പഠിച്ചു. കലോറിഫിക് വാല്യൂ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ, ഒരു ഗുഡ് ഫ്യൂവലിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളും നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്